നിബിൽ ആ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അത് അവനെ നെഞ്ചത്തേക്ക് കിടത്തുന്ന സമയത്തൊക്കെ അവൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നു അരുൺ? സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? അപ്പോൾ പറഞ്ഞു, സാറേ കാലൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്, അവനൊക്കെ ഒരു കണ്ണിനൊക്കെ ഭയങ്കര പരിക്കുണ്ടായിരുന്നു സാറേ. ഈ അരുൺ ഏകദേശം എത്ര ദൂരം ഒഴുകി വന്നിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചു, അവനെ ചോദിച്ചോ എവിടുന്നാ വരുന്നത്? ഒരു മുണ്ടക്കൈ കോളനിയിൽ നിന്നാ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിന് മുകളിൽ ഒരു അത്ഭുത മനുഷ്യൻ തന്നെയാണ് സാറേ നമ്മൾ പറയുകയാണെങ്കിൽ. അവൻ രക്ഷപ്പെടാൻ അവൻ എന്നോട് പറഞ്ഞത്, സാറേ ഞാനിതിന് മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പൊന്തി വന്നതാന്ന് പറഞ്ഞു. എന്നോട് കണ്ടപ്പോൾ തന്നെ കരഞ്ഞ പോലെ മണ്ണിൻ്റെ ഉള്ളിൽ, ചെളീൻ്റെ ഉള്ളിൽ നിന്ന് പൊന്തി വന്നതാണ്. എൻ്റെ ഒരു ബലം കൊണ്ട്, എന്നാൽ ആരോഗ്യമുള്ള ഒരാളായിരുന്നു, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ഈ അയാൾ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കണ്ടിരുന്നു നമ്മൾ. അതാണല്ലോ ആദ്യം കാണുന്നത്. കൈ ഉയർത്തി കാണിക്കുന്നു, രക്ഷിക്കാൻ വേണ്ടി കാണിക്കുമ്പോൾ കയറ് കൊടുത്താൽ പിടിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ചെളിയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ കൈ വിട്ടാൽ താഴേക്ക് പോകുന്നൊരവസ്ഥയായിരുന്നു. നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കൈ കൊടുത്താൽ അതെന്താ വെച്ചാൽ സാറേ, അവൻ നിൽക്കുന്ന ഒരു ഏരിയ കുറച്ചൊരു ഉറപ്പുള്ളൊരു ഭാഗമായിരുന്നു, അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ പറ്റിയത്. ഈ എത്ര മണിക്കൂർ നിബിൽ ഇപ്പുറത്തേക്കുള്ള സ്ഥലങ്ങൾ കുറച്ച് ഡേഞ്ചർ ആയിരുന്നു. അവിടുന്ന് നമ്മൾ രക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഉച്ചയോട് അടുത്തു. അരുണ്, എനിക്ക് സാറേ ഒരു 3:30-ക്കല്ലേ നമ്മളെ? അതെ, ഉച്ചയോട് അടുത്തിട്ടുണ്ട്. 3:30, വെളുപ്പിന് 3:30-ക്ക് പൊട്ടിയതല്ലേ സാറേ? അതെ, 2 മണിക്ക് പൊട്ടിയതാണ്. അപ്പോൾ ഒരു 10 മണിക്കൂറോളം ഏകദേശം ചെളിയിൽ തന്നെ കഴിഞ്ഞു എന്നുള്ള ഒരു അസാധ്യ മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് നെഞ്ചത്ത് കിടത്തിയിട്ട് പിന്നെ നിബിൽ എങ്ങനെയാ കരക്കോട്ട് എത്തിച്ചത്? അത്ഭുതം. എൻ്റെ ദേഹത്ത് കടത്തിയിട്ട് ഞാൻ പുറകിലുള്ളവർ എൻ്റെ കയറ് വലിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ മുങ്ങിപ്പോയി, രണ്ടുപേരും മുങ്ങിപ്പോയാലും കരയിലുള്ളവർ വലിച്ചു കയറ്റല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത്. കരയിലല്ല, ആ പാറയിൽ നിൽക്കുന്നവർ STO സാറേയും ജയരാജ് സാറേയും അങ്ങനെ വിശാൽ സാർ കുറച്ച് പേര് നമ്മുടെ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ധൈര്യത്തിലാണ് ഞാൻ അങ്ങ് പോയത്. ഞാൻ അഥവാ മുങ്ങിപ്പോയാലും ഇവരെന്നെ വലിച്ചു കയറ്റും എന്നുള്ളൊരു ധൈര്യത്തിലാണ് അങ്ങ് പോയത്. എനിക്ക് തോന്നുന്നു രക്ഷപ്പെടുത്താണ്ട് വരാൻ വഴിയില്ലല്ലോ സാർ. നിബിലെ, ഈ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിലെ ഏറ്റവും വിജയം കണ്ട രക്ഷാദൗത്യമാണ് നിങ്ങൾ അന്ന് നടത്തിയത്. അതും ഈ ദുരന്തം നടന്ന വാർത്ത പുറത്തു വന്ന മണിക്കൂറുകൾക്കുള്ളിൽ, 10 മണിക്കൂറാണെങ്കിലും നിങ്ങൾക്ക് ജീവനോട് ഒരാളെ തിരികെ എത്തിക്കാൻ സാധിച്ചു. അത് വലിയൊരു ആശ്വാസം കൂടിയായിരുന്നു.